Assalamu Alaikum. Hello dear students. So we are learning our third chapter in chemistry, and in the last class we have discussed about what? We have discussed about the oxidation number. Not the oxidation number, how to balance the chemical equation. എങ്ങനെയാണ് chemical equation balance ചെയ്യുന്നുള്ളത്, and we have checked so many examples related to the balancing of chemical equation. Okay, so today we are going to learn the oxidation and reduction. So it is very important, oxidation. The continuation of this you will study at the 10th standard also. So listen carefully. Oxidation and reduction. Okay. What is oxidation? What is reduction? We can check some examples, and through the examples we can reach the concept oxidation and reduction. Okay. So we can check one example. Magnesium. Mg. Magnesium. Magnesium combines with the chlorine. Cl2, chlorine molecule. So magnesium combined with the chlorine to form MgCl2, that is magnesium chloride. Okay, so the magnesium combines with the chlorine to form the magnesium chloride. So what is the atomic number of magnesium? The atomic number of magnesium is 12. And what is the atomic number of chlorine? The atomic number of chlorine is 17. Okay, so how we can write the electronic configuration? 282. And what is the electronic configuration of chlorine? 287. Okay, so magnesium എന്ത് ചെയ്യും? The magnesium എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസിനെ it loses 2 electrons for attaining its സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസിനെ അത് എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കുന്നു, ലോസ് ചെയ്യുന്നു. ഹിയർ ദ ക്ലോറിൻ അക്സെപ്റ്റ്സ് 1 ഇലക്ട്രോൺ, അല്ലേ? ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം വിച്ച് ചാർജ് ഇറ്റ് ഗെറ്റ്? ലോസ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് ഏത് ചാർജ് കിട്ടും? പോസിറ്റീവ്. ആൻഡ് ഗെയിൻ ചെയ്യുന്നതിന് ഏത് ചാർജ്? നെഗറ്റീവ്. ഓക്കെ, സോ നമുക്ക് ഈ എക്സാമ്പിളിൽ നിന്ന് എന്താണ് റിഡക്ഷൻ, എന്താണ് ഓക്സിഡേഷൻ എന്ന് പഠിക്കാം. ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത്? വേർ ഹിയർ ദ ഓക്സിഡേഷൻ ഒക്വേഴ്സ് ടു മഗ്നീഷ്യം, അല്ലേ? മഗ്നീഷ്യത്തിനല്ലേ ഓക്സിഡേഷൻ സംഭവിച്ചത്? അതായത് ഇറ്റ് ലോസസ് 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്തു? ലോസ് ചെയ്തു. സോ ഇറ്റ് ബിക്കം ഓക്സിഡൈസ്ഡ്. ഇത് മഗ്നീഷ്യത്തിന് എന്ത് സംഭവിച്ചു? ദ മഗ്നീഷ്യം ഹാസ് ഓക്സിഡേഷൻ ആൻഡ് ക്ലോറിൻ അവിടെ എന്താണ് സംഭവിച്ചത്? ക്ലോറിൻ എന്തും സംഭവിച്ചു? റിഡക്ഷനും സംഭവിച്ചു. സോ ഹിയർ ദ ക്ലോറിൻ എന്താണ്? അക്സെപ്റ്റ്സ് 1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. ഇവിടെ മഗ്നീഷ്യം 2 ഇലക്ട്രോൺസിനെ ലോസ് ചെയ്ത്. സോ ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ച ഏതിനാണ്? ഹിയർ ദ ഓക്സിഡേഷൻ occurs to magnesium and the reduction occurs to ക്ലോറിനും സംഭവിച്ചു. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ, എന്താണെന്ന് റിഡക്ഷൻ എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഓക്സിഡേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് റിഡക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്താണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു വേറൊരു ഫാക്റ്റ് പഠിക്കാനുണ്ട്. ഏതിനാണോ ഓക്സിഡേഷൻ സംഭവിച്ചത്? ഓക്കെ, ഏതൊരു മെറ്റൽ അല്ലെങ്കിൽ ഏതിനാണോ നമ്മൾ ഓക്സിഡേഷൻ സംഭവിച്ചത്, ദ ഓക്സിഡേഷൻ സംഭവിച്ചതിന് നമ്മൾ എന്തെന്ന് പറയും? റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയും. ഓക്കെ, ഓക്സിഡേഷൻ സംഭവിച്ചതിന് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്നല്ല പറയുന്നത്. ഓക്സിഡേഷൻ സംഭവിച്ചതിന് എന്തെന്ന് പറയുന്നു? റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നു. റിഡക്ഷൻ സംഭവിച്ചതിന് എന്ത് പറയുന്നു? റിഡക്ഷൻ സംഭവിച്ചതിന് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നു. ദ ആറ്റം വിച്ച് ലോസ് ഇലക്ട്രോൺ ഈസ് കോൾഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തതിന് നമ്മൾ എന്തെന്ന് പറയും? റെഡ്യൂസിങ് ഏജൻറ്റ്. അതായത് ലോസ് ചെയ്ത പ്രോസസ്സിന് നമ്മൾ എന്താ പറയുന്നത്? ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിച്ചതിന് എന്തെന്ന് പറയുന്നു? റെഡ്യൂസിങ് ഏജൻറ്റ് എന്നും. ഇലക്ട്രോൺസ് എന്താണ് ഗെയിൻ ചെയ്തവേ നമ്മൾ എന്തെന്നും പറയുന്നു? ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്നും പറയുന്നു. അപ്പോൾ റിവേഴ്സായിട്ട് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പം ഓക്സിഡേഷൻ സംഭവിച്ചത്, അതല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുന്നത് ഏതാണ്? റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഓക്കെ, റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിച്ചതിന് നമ്മളെന്തെന്ന് പറയുന്നു? ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, സോ ഇറ്റ്സ് റിവേഴ്സ് പ്രോസസ്സാണ് എന്താണ്? ഓക്സിഡേഷൻ ഇഫ് the process of loss of electrons or the atom which loses electron is called the reducing agent.
ഇലക്ട്രോൺസിനെ ലോസ് ചെയ്ത് അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിച്ചതിനെ നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നു, റിഡക്ഷൻ സംഭവിച്ചതിനെ നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്നും പറയുന്നു. അപ്പോൾ റിവേഴ്സ് ആയിട്ട് ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഒരിക്കലും ഇങ്ങനെ പഠിക്കരുത്. ഓക്സിഡേഷൻ സംഭവിച്ചതിനെ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്നല്ല പറയുന്നത്. ഓക്കെ, സോ ഇഫ് ദ ആറ്റം loses electrons, it is reducing agent, and if the atom receive electrons, it is the oxidizing agent. Okay, so ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. And we are also learn a equation for that magnesium combines with the chlorine to form magnesium chloride. അല്ലേ, മഗ്നീഷ്യം ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവുന്നു, മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? സോ ഹിയർ ദ ഓക്സിഡേഷൻ occurs which element? Here the oxidation occurs to magnesium. Oxidation ഏതിനാ സംഭവിച്ചത്? മഗ്നീഷ്യത്തിലാണ്. So it is the reducing agent here. Which is the reducing agent here? The magnesium is the reducing agent and chlorine is the oxidizing agent. Okay, അപ്പോൾ ഇവിടെ ഏതാണ്? മഗ്നീഷ്യം ആണ്. Magnesium is the reducing agent and chlorine is the oxidizing agent. Okay, so we can check another example related to this oxidation and reduction. So what is the next example? The next example, magnesium. Here also magnesium we consider. Magnesium combines with what? The magnesium combines with the fluorine F2. The magnesium combines with the fluorine to form what? Magnesium fluoride. Okay, MgF2. MgF2. Okay. So here also, what is the atomic number of magnesium? 282. And what is the atomic number of fluorine? It is 9. So 27. 282 27. Okay, so ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ്റ് സെയിം ആസ് ഏത് തന്നെയായിരിക്കും? മഗ്നീഷ്യം തന്നെയായിരിക്കും അല്ലേ? ഹിയർ ഓൾസോ ദ ഓക്സിഡേഷൻ ഒക്വേഴ്സ് അറ്റ് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ. സോ മഗ്നീഷ്യം ഇസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്. ഏതായിരിക്കും റെഡ്യൂസിങ് ഏജൻറ്റ്? മഗ്നീഷ്യം. ഫ്ലൂറിൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും. ഫോർ അറ്റൈനിങ് ദ സ്റ്റെബിലിറ്റി ഇറ്റ് റിസീവ് 1 ഇലക്ട്രോൺ ആൻഡ് ഇറ്റ് ഒക്വേഴ്സ്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ റിഡക്ഷൻ. സോ ഹിയർ ദ ഫ്ലൂറിൻ, അല്ലേ, ഫ്ലൂറിൻ എന്ത് സംഭവിച്ചു? റിഡക്ഷൻ. ആൻഡ് ഇറ്റ് ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അല്ലേ, ഇതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഓക്സിഡൈസിങ് ഏജൻറ്റ് അതാണ് ഫ്ലൂറിൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? And we can check also the another example, oxidized atom. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസ് വേണമെങ്കിൽ എഴുതാം. ഓക്സിഡൈസിങ് ആറ്റം എന്ത് ചെയ്തു? മഗ്നീഷ്യം എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തു. മഗ്നീഷ്യം ലോസസ് 2 ഇലക്ട്രോൺസ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ ആരോയ്ക്ക് ഇപ്പുറം എഴുതില്ലേ, അത് നമ്മൾ ലോസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ് നമ്മൾ ആരോയ്ക്ക് ഇപ്പുറം എഴുതുന്നത്. ഇഫ് വി റൈറ്റ് ദ ഇക്വേഷൻ ഇൻ ദ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ എന്താണ് ഈ ആരോയ്ക്ക് ബാക്കിലാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് റിഡക്ഷൻ്റെ ഒരു ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് ദ ഇക്വേഷൻ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺസിൽ. ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുന്നതാണ് നമ്മളെപ്പോഴും ആരോയ്ക്ക് ഇപ്പുറം എഴുതുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫ്ലൂറിൻ? ഫ്ലൂറിൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും. And then it become what? Then it become the fluorine atom. ഇതെന്തായിട്ട് മാറുന്നു? ഫ്ലൂറിൻ ആറ്റമായിട്ട് മാറുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ അല്ലേ? ഇതല്ലേ ഇക്വേഷൻ. അപ്പം എന്താണ്? ഇവിടെ ഫ്ലൂറിൻ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് നെഗറ്റീവ് ആണ്. ഓക്കെ, മഗ്നീഷ്യം 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതുകൊണ്ട് അവിടെ 2+ ഉണ്ട് അല്ലേ? സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്സിഡേഷൻ്റെ റിഡക്ഷൻ്റെ ഇക്വേഷൻ ഇതാണ്. അതായത് മഗ്നീഷ്യം എന്ത് ചെയ്യുന്നു? ഹിയർ ദ മഗ്നീഷ്യം ലോസസ് 2 ഇലക്ട്രോൺസ്. ലോസ് ചെയ്യുന്നതുകൊണ്ടാണ്, ദാറ്റ്സ് വൈ വി റൈറ്റ് ദ 2+ എബവ് ദ മഗ്നീഷ്യം. ഓക്കെ, മഗ്നീഷ്യത്തിൻ്റെ മുകളിൽ ഈ 2+ എഴുതുന്നതിന് കാരണം എന്ന് പറയുന്നത് അതാണ്. ആൻഡ് ഇറ്റ് ലോസസ് 2 ഇലക്ട്രോൺസ്. 2 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ലോസ് ചെയ്യുന്നു. So this is the equation for oxidation, and which is the reducing agent here? Magnesium. Magnesiumത്തിന് oxidation സംഭവിച്ചു, and magnesium is the reducing agent, and here the fluorine accept 1 electron. അല്ലേ, fluorine എന്ത് ചെയ്തു? For attaining the stability it accept 1 electron accept ചെയ്തു. So here takes place the what process? Reduction process. അല്ലേ, reduction process നടന്നു. Then it is the ഇവിടെ നമ്മൾ എന്താണ്? ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ആരോയ്ക്ക് ഇപ്പുറം എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ബിക്കം ദ ഫ്ലൂറിൻ
അയോൺ ആയിട്ട് മാറുന്നു അല്ലേ, നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറുന്നു. എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ചാർജാണ് നെഗറ്റീവ്. ഇവിടെ 2+ വരാൻ കാരണം 2 ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തുകൊണ്ടാണ് 2+ എന്ന് മുകളിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ ചെക്ക് അനദർ എക്സാമ്പിൾ. So what is the next example? Sodium, chlorine. Sodium chlorine combine ചെയ്താൽ എന്താ? Sodium chloride, the table salt അല്ലേ, sodium and chlorine, 2 sodium chloride, NaCl2. NaCl2 അല്ല, സോറി, നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുക. ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ Cl2 ആണല്ലേ, Cl2 ആൻഡ് ഹിയർ 2, here also 2. നമ്മൾ ഇക്വേഷൻ ബാലൻസ്, വി ഓൾറെഡി ലേൺ ഹൗ ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ. എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ദിസ് ഈസ് എ ബാലൻസ്ഡ് ഇക്വേഷൻ ആൻഡ് ഹിയർ വി ക്യാൻ ചെക്ക് ദ process of oxidation and reduction and also check the reducing agent and oxidizing agent. Okay, so chlorine, what is the atomic number? It is 11, 281. Okay, so what 287. So the sodium എന്ത് ചെയ്യുന്നു, സോഡിയം ലോസ് ചെയ്യും, ഒരു ഇലക്ട്രോണിനെ ഇത് എന്ത് ചെയ്യും, ലോസ് ചെയ്യും. സോഡിയം ലോസസ് 1 ഇലക്ട്രോൺ അല്ലേ, സോഡിയം എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു. അങ്ങനെ സോഡിയം എന്തായിട്ട് മാറുന്നു, Na+ ആയിട്ട് മാറുന്നു. ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു, ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് എന്തായിട്ട് മാറി, Na+ ആയിട്ട് ചേഞ്ചസ് ടു Na+, സോഡിയം പ്ലസ്. ആൻഡ് ഇവിടെ എന്താണ്, ഓക്സിഡേഷൻ. So here takes place the oxidation. In your table, sorry, in your textbook you can see a table, so you also fill the table according to this. Okay, sodium എന്ത് ചെയ്തു, 1 ഇലക്ട്രോൺ ലോസ് ചെയ്തു. Here the oxidation takes place. And ഇവിടെ എന്താ വേറെ ആണ് ക്ലോറിൻ. ക്ലോറിൻ എന്ത് ചെയ്യുന്നു, ക്ലോറിൻ 1 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് എന്തായിട്ട് മാറുന്നു, ക്ലോറിൻ മൈനസ് ആയിട്ട് മാറുന്നു അല്ലേ. ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തത് എന്തായിട്ട് മാറി, ക്ലോറിൻ അയോണായിട്ട്, ക്ലോറിൻ നെഗറ്റീവ് അയോണായിട്ട് മാറി. ഹിയർ ദ റിഡക്ഷൻ അല്ലേ, ഇവിടെയാണ് നമ്മൾ റിഡക്ഷൻ സംഭവിച്ചത്. സോ വിച്ച് ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്? ഏതാണ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്? ഏതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്? ഈസ് ദ സോഡിയം. ഓക്കെ, റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ്? സോഡിയം. ആൻഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്? ഹിയർ ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഈസ് ക്ലോറിൻ. ഹിയർ ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഈസ് വാട്ട്? ഹിയർ ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഈസ് ക്ലോറിൻ. ഓക്കെ, so in your textbook you can see analyze the following equations and complete the table 3.11 given below. അപ്പോൾ നിങ്ങൾ കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. We can check one example and 2 other examples you have to do. Okay, മഗ്നീഷ്യത്തിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ദെൻ നമുക്ക് പറയാത്തൊരു എക്സാമ്പിൾ അയണിൻ്റെ ഉണ്ട്. അയൺ എന്ത് ചെയ്യുന്നു, അയൺ ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അയൺ 2+, ഇറ്റ് ഡൊണേറ്റ് 2 ഇലക്ട്രോൺസ്. ഈ ഇക്വേഷൻസ് കണ്ടാലേ അറിയാലോ അത് ഓക്സിഡേഷൻ്റെ ആണെന്ന്. കാരണം ആരോയ്ക്ക് ഇപ്പുറം എഴുതിയിരിക്കുന്ന റിയാക്ഷൻസ് എപ്പോഴും ഓക്സിഡേഷൻ ആണെന്ന് ഓർക്കുക. അയൺ ഉണ്ട്, പിന്നീട് ഓക്സിജൻ. ഓക്സിജൻ്റെ എത്രയാണ് അറ്റോമിക് നമ്പർ? ദ അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് 8 അല്ലേ, 8 ആണ്. അപ്പോൾ 2 6 ആണ്. അയണിൻ്റെത് 26 ആണ്, 2 8 8 6 എന്ന് വരും. ഓക്കെ, ഇവിടെ 0 2 ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ബിക്കം ദ O2 മൈനസ്. അതെന്തായിട്ട് മാറുന്നു, O2 മൈനസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഇങ്ങനെ നമ്മൾ ഇക്വേഷൻസ് എഴുതേണ്ട. ഇക്വേഷൻ തന്നു ഓൾറെഡി, ദേ ഗിവൺ ദ ഇക്വേഷൻ ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, ഓൾസോ ഫൈൻഡ് ഔട്ട് ദ വിച്ച് ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് വിച്ച് ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്കെ, സോ ഇവിടെ എന്തായിരിക്കും, ഇത് ഓക്സിഡേഷൻ അല്ലേ. ഇവിടെ ഹിയർ ദ ഓക്സിഡേഷൻ, നമുക്ക് ഇക്വേഷൻ കാണുമ്പോഴേ അറിയത് ഇവിടെ എന്താണ് ഓക്സിഡേഷൻ, ഇവിടെ റിഡക്ഷൻ. ദെൻ വിച്ച് ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്? റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ്? ഹിയർ ദ റെഡ്യൂസിങ് ഏജൻറ്റ് ഇസ് അയൺ ആൻഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇസ് വാട്ട്? ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇസ് ഓക്സിജൻ അല്ലേ. ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ടേബിൾ. ബാക്കി രണ്ട് ഇക്വേഷൻസും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. So you have to complete the table 3.11. Okay, 3.11 നിങ്ങൾ complete ചെയ്യാം. So next we are going to learn about oxidation number. എന്താണ് ഓക്സിഡേഷൻ നമ്പർ എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
സോ എന്താണ് ഓക്സിഡേഷൻ നമ്പർ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് ഈസ് ഓക്സിഡേഷൻ നമ്പർ. ദ ഡെഫിനിഷൻ ഫോർ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ ടെക്സ്റ്റിന് ഡെഫിനിഷനായിട്ട് കൊടുത്തിട്ടില്ല എങ്കിലും നമുക്ക് പറയാം. ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ആൻ ആറ്റം എയ്തർ ഗെയിൻസ് ഓർ ലോസസ് ടു ഫോം എ കെമിക്കൽ ബോണ്ട് വിത്ത് അനദർ ആറ്റം. സോ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ നമ്പർ. എന്താണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്? ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ആൻ ആറ്റം ഗെയിൻ ഓർ ലോസ് ടു ഫോം എ ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ലോസ് ചെയ്യുകയോ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ അതിനെ വേറൊരു ആറ്റമായിട്ട് കെമിക്കൽ ബോണ്ടിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്, കെമിക്കൽ ബോണ്ട് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരു നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ആൻ ആറ്റം എയ്തർ ഗെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ലോസ് ചെയ്യുകയോ ടു ഫോം എ കെമിക്കൽ ബോണ്ട് വിത്ത് അനദർ ആറ്റം. വേറൊരു ആറ്റമായിട്ട് കെമിക്കൽ ബോണ്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യും. ഫോർ അറ്റൈനിങ് ദ സ്റ്റെബിലിറ്റി ഇറ്റ് ലോസസ് ഇലക്ട്രോൺ ഓർ ഗെയിൻ സംടൈംസ് ഇറ്റ് ഗെയിൻ ഇലക്ട്രോൺസ് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പിന്നെ എന്താണ് സ്റ്റെബിലിറ്റിയുടെ ആ ഒരു ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഒന്നിൽ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇത് ലോസ് ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ നമ്പർ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കുറേ അതുമായിട്ട് ബന്ധപ്പെട്ട് റൂൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഹിയർ ദ ഫസ്റ്റ് എക്സാമ്പിൾ H2 plus Cl2 ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഗീവ്സ്. ഹൈഡ്രജനും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഹിയർ വി ഗെറ്റ് ദ HCl അല്ലേ? HCl ആണ് നമുക്ക് 2HCl. ഇക്വേഷൻ ബാലൻസ് ചെയ്യുക 2HCl അല്ലേ? നമുക്ക് ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അറിയാമല്ലോ. ഹിയർ ദ 2 ഹൈഡ്രജൻ ആറ്റം, ഹിയർ ഓൾസോ 2 ഹൈഡ്രജൻ ആറ്റം, ഹിയർ 2 ക്ലോറിൻ ആറ്റം, ഹിയർ ഓൾസോ 2 ക്ലോറിൻ ആറ്റം. ദെൻ ഇറ്റ് ഇസ് ഇക്വേഷൻ ഇസ് ബാലൻസ്ഡ് നൗ. ഇക്വേഷൻ ബാലൻസ്ഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിവിടെ എന്തിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, എന്തിനാണ് റിഡക്ഷൻ സംഭവിച്ചതെന്ന് നോക്കാം. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ റൂൾസ് പറയാം. ഇപ്പം നമ്മൾ കാൽസ്യം 2+, കാൽസ്യം അയോൺ, കാൽസ്യം എന്ന് പറയുന്ന 2+ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആറ്റം ആണോ? അല്ല, ഇതൊരു അയോൺ ആണ്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ എപ്പോഴും 2+ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 2 ആയിരിക്കും, അല്ലെങ്കിൽ +2 ആയിരിക്കും. ഓക്കെ, സോ +2 ഇസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാൽസ്യം 2+. ആ ഒരു ലോ ആണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ബുള്ളറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലോ ആണിത്. കാൽസ്യം 2+, ഹിയർ ഓക്സിജൻ 2-, അതായത് ഇതിൻ്റെ എത്രയാണ്? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആണ്. ലൈക്ക് ദാറ്റ് ബേരിയം 2+ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. അത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഹിയർ ദ ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ക്ലോറിൻ ടു ഫോം ദ ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജനും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവുന്നു? ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യുന്നു അല്ലേ? അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇൻഡിവിജ്വൽ ആറ്റം ഓൾവേസ് പോസസ് 0 ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ആറ്റംസ് അല്ലേ, ഒറ്റയായിട്ട് നിൽക്കുമല്ലേ? സോ ഹിയർ ദ ഓക്സിഡേഷൻ നമ്പർ ഈസ് 0. 0 ഓക്സിഡേഷൻ നമ്പർ ആണ്. ഹിയർ ദ ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ ഈസ് ആൻ ഇൻഡിവിജ്വൽ ആറ്റംസ് ആണ്. ആൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് 0 ആൻഡ് ഓൾസോ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഈസ് ഓൾസോ 0. ഓക്കെ, സോ ഇതെന്ത് ചെയ്യുന്നു? നമുക്കറിയാം വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ? ദ അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് 1 അല്ലേ? ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. ആൻഡ് എന്ത് ചെയ്യുന്നു? ഇതിനെപ്പോഴും എന്ത് ചെയ്യും? ഇത് ഈ ഉള്ള ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഇറ്റ് ട്രൈ ടു ലോസ് ദ ഇലക്ട്രോൺ. സോ +1 is the oxidation number of hydrogen. അല്ലേ, നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ഓക്സിഡേഷൻ നമ്പർ? ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ ഇലക്ട്രോൺ. ദാറ്റ് മീൻസ് എന്തായിരുന്നു? ദാറ്റ് ആൻ ആറ്റം എയ്തർ ലോസ് ഓർ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺസ് ആറ്റത്തിനെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യും. So here the hydrogen atom has only 1 electron, so it loses 1 electron. ഇനി എന്ത് ചെയ്യും? ഉള്ള ഒരു ഇലക്ട്രോണിനെ അങ്ങ് വിട്ടുകൊടുക്കും. So what is the oxidation number? +1 is the oxidation number of hydrogen. Then here we can consider chlorine. Okay, chlorine we know that. Chlorine നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്തതാണ്. സോ വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ? ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? -1 because it receive 1 electrons. The atomic number of chlorine is 17. So the electronic configuration 287. In the outermost shell there is 7 electrons. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? Therefore it accept 1 electron and the oxidation number become -1. അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -1 ആണ്. ആൻഡ് എന്താണ് ഇവിടെ നമുക്ക് പറയാം? ഹൈഡ്രജൻ്റെ +1 അല്ലേ? ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ആൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഈസ് -1. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -1 ആണ്. ഓക്കെ,
So here we can learn another concept. Okay, ഇവിടെ നമ്മൾ hydrogen, here the oxidation number before the reaction it is 0 and after the reaction it become the +1 അല്ലേ? റിയാക്ഷന് ശേഷം ഇത് എന്തായിട്ട് മാറി? It become +1 and chlorine, the oxidation number of chlorine is 0. Before the reaction it is 0 and after the reaction it become -1. അതായത് 0യിൽ നിന്ന് -1 ആയി കുറഞ്ഞു അല്ലേ? ഇവിടെ ഹൈഡ്രജൻ്റെ എന്താണ് ചെയ്തത്? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ആഫ്റ്റർ ദ റിയാക്ഷൻ അല്ലേ? ഈ റിയാക്ഷന് ശേഷം എന്ത് ചെയ്തു? ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആയിട്ട് കൂടി, ക്ലോറിനത് -1 ആയിട്ട് കുറഞ്ഞു. അപ്പം നമ്മൾക്ക് പറയാം, so from this we can reach to one point. The process in which oxidation number increases is called oxidation. Oxidation number increase ചെയ്യുന്ന പ്രോസസ് ആണ് നടക്കുന്നതെങ്കിൽ ആ ആറ്റത്തിന് എന്ത് സംഭവിച്ചു എന്ന് പറയാം? ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയാം. Here the hydrogen എന്ത് സംഭവിച്ചു? What happens to hydrogen? Hydrogen undergo oxidation because from 0 the oxidation number increases to +1. +1ലേക്ക് മാറി. So oxidation സംഭവിച്ചത് ഏതിനാണ്? ഓക്സിഡേഷൻ ഹൈഡ്രജൻ ആണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. ആൻഡ് റിഡക്ഷൻ ഏതായിരുന്നു? റിഡക്ഷൻ ക്ലോറിൻ്റെത് 0 ആയിരുന്നു, 0യിൽ നിന്ന് -1 ആയിട്ട് കുറഞ്ഞു. ആൻഡ് ഹിയർ ദ റിഡക്ഷൻ ടേക്സ് പ്ലേസ് ടു ക്ലോറിൻ. ഏതിനാണ് റിഡക്ഷൻ സംഭവിച്ചത്? ക്ലോറിന് റിഡക്ഷൻ സംഭവിച്ചു. ഓക്കെ, സോ വി ക്യാൻ ചെക്ക് അനദർ എക്സാമ്പിൾ ഓൾസോ. നമുക്ക് വേറൊരു എക്സാമ്പിളിലൂടെ ചെക്ക് ചെയ്യാം. ഹിയർ കാർബൺ പ്ലസ് ഓക്സിജൻ. കാർബൺ ഓക്സിജൻ കൂടെ കമ്പൈൻ ചെയ്താൽ എന്താ ഉണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? C+O gives CO2. Here 2 for balancing CO2. Okay, so ഇവിടെ നമുക്കറിയാം വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ്. സോ 2 4, ഓക്സിജൻ 2 6 അല്ലേ? എന്ത് ചെയ്യും? കാർബൺ എന്ത് ചെയ്യും? ഉള്ള ഒരു ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യും അല്ലേ? ഉള്ള 4 ഇലക്ട്രോൺസിനെ അങ്ങ് എന്ത് ചെയ്യാണ്? ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദ ഓക്സിഡേഷൻ നമ്പർ ബിക്കം +4 ബിക്കോസ് ഇറ്റ് ലോസ് ചെയ്യുമ്പോൾ ഏത് ചാർജ് കിട്ടും? +4 കിട്ടും. ഇവിടെ 6 ആണ്, അതുകൊണ്ട് തന്നെ 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പം ദ ഓക്സിഡേഷൻ നമ്പർ ബിക്കം -2 ഫോർ ഓക്സിജൻ. ഓക്സിഡേഷൻ നമ്പർ ഇപ്പോൾ ഇവിടെ എന്തായിരുന്നു? 0 ആയിരുന്നു. സോ ഫ്രം 0 കാർബൺ 0 ആയിരുന്നു, 0യിൽ നിന്നുള്ള കാർബൺ അത് +4 ആയിട്ട് മാറി. ഓക്സിഡേഷൻ ബിക്കർ ഇൻക്രീസസ് അല്ലേ? ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ. ഇഫ് ദ എന്താണ് നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഓക്സിഡേഷൻ ആണ്. ഹിയർ ഓക്സിജൻ ബിഫോർ ദ കെമിക്കൽ റിയാക്ഷൻ ഇറ്റ് ഇസ് 0. റിയാക്ഷന് മുമ്പ് 0 ആയിരുന്നു. ആഫ്റ്റർ ദ റിയാക്ഷൻ ഇറ്റ് ബിക്കം -2, അതായത് ഡിക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് ഇറ്റ് ഡിക്രീസസ് ദ ഓക്സിഡേഷൻ നമ്പർ. സോ ഓക്സിജൻ അണ്ടർഗോസ് റിഡക്ഷൻ. ഓക്സിജൻ എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു. സോ ദിസ് ഈസ് ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഓക്സിഡേഷൻ സംഭവിച്ചു, ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് റിഡക്ഷൻ സംഭവിച്ചു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. നിങ്ങൾ ടെക്സ്റ്റിൽ ഇനിയുള്ള എക്സാമ്പിൾസ് ഉണ്ട്. സോഡിയത്തിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോഡിയം കമ്പൈൻസ് വിത്ത് ക്ലോറിൻ്റെ ഫോം Na+Cl-. അത് മിസ് കാണിക്കുന്നില്ല, പറയാം. സോഡിയം 0 ആയിരുന്നു ഫസ്റ്റ്. അപ്പോൾ സോഡിയത്തിൻ്റെ 281 ആണ്. അപ്പോൾ 1 ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യും. ആൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ബിക്കം ഫ്രം 0യിൽ നിന്ന് +1ലേക്കായിട്ട് മാറി. ആൻഡ് പിന്നെന്താണ്? ക്ലോറിൻ്റെ 0 ആയിരുന്നു, 0യിൽ നിന്ന് എന്തായിട്ട് മാറി? ഇറ്റ് ബിക്കം -1. -1 എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ അറിയാമല്ലോ. ആൻഡ് ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത് ഏതിനാണ്? സോഡിയത്തിനാണ്. ഇനി പേജ് നമ്പർ 51 യു ക്യാൻ സീ ദ എക്സാമ്പിൾ. അപ്പം ഓക്സിഡേഷൻ സംഭവിച്ചത് ഏതാണ്? റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പം ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത് ക്ലോറിനാണ്. ക്ലോറിൻ ഇസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇൻ ദിസ് ക്ലാസ് we have discussed about what the oxidation and the reduction process and also how to find the oxidation number. In the next class we will learn more about this chapter. Now we can wind up. Thank you. Assalamu Alaikum.